ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മാതാപിതാക്കളെ ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. അതായത് നമ്മുടെ ലോകത്തിലെങ്ങാനും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബേബി ബ്രാൻഡായ നെസ്ലയുടെ പല പ്രൊഡക്ട്സുകളും ബിബ, അതുപോലെ SMA, നാൻ എന്നീ തുടങ്ങിയ പ്രൊഡക്ട്സുകൾ 31 കൺട്രീസിലധികം റീകോൾ ചെയ്തേക്കുന്നു എന്നുള്ളതാണ്. നെസ്ലയുടെ ക്വാളിറ്റി ചെക്കിലാണ് ഈ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടെന്നുള്ളത് അറിഞ്ഞത്. സെറുലൈഡ് എന്നൊരു ബാക്ടീരിയൽ ടോക്സിൻ ആണ് കണ്ടുപിടിച്ചത്. അതുപോലെ ബാസിലസ് സിറിയസ് എന്നൊരു ബാക്ടീരിയ ആണ് ടോക്സിൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു ടോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹീറ്റ് സ്റ്റേബിൾ ആണ്. അതായത് ഇത് നമ്മൾ ചൂടാക്കുമ്പോൾ ഈ ചൂടിലും ഈ ബാക്ടീരിയ നശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ ടോക്സിൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഒരു ഫുഡ് പോയ്സണിങ്ങിൽ ഉണ്ടാവുന്ന അതേ ലക്ഷണങ്ങൾക്ക് സമമാണ്. കുഞ്ഞുങ്ങൾക്ക് റിക്കറന്റ് ആയിട്ട് ഓക്കാനം വരിക, ഛർദി വരിക, വളരെ ക്ഷീണിച്ച് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുക, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഈ ഒരു റിസ്ക് കാരണം യൂറോപ്പ്, UK, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നിങ്ങനെ പല സ്ഥലങ്ങളിലും ഒരു 31 കൺട്രീസിലധികം ഇത് റീകോൾ ചെയ്തേക്കാണ്. ആസ് ഇഫ് നൗ ഇതുവരെ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. നെസ്ലയുടെ വെബ്സൈറ്റിലും ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴും ഒരു 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. 6 മാസത്തിന് ശേഷം കോംപ്ലിമെന്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ ഇങ്ങനത്തെ ഫോർമുല ഫീഡ്സിലൊക്കെ ഒരുപാട് ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ തീരെ ചെറുതിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇത്രയും ഷുഗർ പോവുകയാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാ ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.